അപ്പോൾ നമുക്കിനി തിരുവനന്തപുരത്തേക്കാണ് പോകേണ്ടത്. ലാഭം ലക്ഷ്യമിട്ടുകൊണ്ടുവന്ന ഹലോ അവധി നിർത്തലാക്കി KSRTC. കണക്കുകൂട്ടൽ തെറ്റിയതോടെ മധ്യപ്രദേശ് മോഡൽ ഹലോ അവധി പരീക്ഷണം KSRTCയിൽ പാളിയിരിക്കുകയാണ്. KSRTC പല രീതിയിലാണ് വരുമാനം കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പദ്ധതി കൂടി പാളി എന്നുള്ള വളരെ ഗൗരവമുള്ള വാർത്തയാണ് വരുന്നത്. 50% വേതനത്തോടെ 5 വർഷത്തെ അവധിക്കുള്ള വ്യവസ്ഥ നിർത്തലാക്കിയിരിക്കുകയാണ്. നന്ദകുമാറാണ് ചേരുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നന്ദൻ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും വിശദമായ വിവരങ്ങൾ? KSRTCയുടെ പുനരുദ്ധാരണവും അതോടൊപ്പം തന്നെ KSRTCയുടെ ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മധ്യപ്രദേശ് മോഡൽ ഫലോ അവധി KSRTCയിൽ നടപ്പിലാക്കിയത്. പക്ഷേ KSRTC കണക്ക് കൂട്ടിയതുപോലെയുള്ള ഒരു സാമ്പത്തിക നേട്ടം ഇതിലൂടെ കൈവരിക്കാൻ KSRTCക്ക് സാധിച്ചില്ല. നമുക്കറിയാവുന്ന പോലെ തന്നെ ഏകദേശം പരമാവധി 5 വർഷം വരെ അവധി അനുവദിച്ച ഈ ഒരു ഫലോ ലീവ് സമ്പ്രദായം കോർപ്പറേഷൻ പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ സാധിച്ചില്ല എന്നതാണ് ഈ ഒരു ഉത്തരവിൽ പറയുന്നത്. എന്തായാലും നിലവിൽ ഈ ഒരു ഫലോ അവധി അനുവദിക്കപ്പെട്ട ജീവനക്കാർ ഈ ഒരു മെമ്മോ ലഭിച്ചതിന് ശേഷം 3 മാസത്തിനകം ജോലിയിൽ തിരികെ പ്രവേശിക്കണം എന്നൊരു ഉത്തരവാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പരമാവധി 5 വർഷം പകുതി ശമ്പളത്തിൽ ഇത്തരത്തിൽ അവധി എടുക്കാമെന്നതായിരുന്നു ഈ ഒരു അവധിയുടെ പ്രത്യേകത. മഹാരാഷ്ട്ര മോഡലിലാണ് ഇത് ആദ്യമായി രാജ്യത്ത് കൊണ്ടുവന്നത്. അവിടെ അത് വലിയൊരു വിജയമായിരുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം കൈവരിക്കാനായിട്ട് KSRTC കേരളത്തിലും ഇത്തരത്തിലൊരു ഫലോ അവധി അനുവദിച്ച് ഉത്തരവാക്കിയിരുന്നു. ആ തരത്തിൽ KSRTC കണക്ക് കൂട്ടിയത് 3000 ജീവനക്കാർ ഇത്തരത്തിൽ അവധി എടുത്തു കഴിഞ്ഞാൽ KSRTC സംബന്ധിച്ചിടത്തോളം വലിയൊരു ലാഭം ഉണ്ടാവുമെന്ന് തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ KSRTCയിൽ ജീവനക്കാരുടെ എണ്ണം വലിയ തോതിൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഡ്രൈവർ ഒഴികെയുള്ള മറ്റു ഓഫീസ് ജീവനക്കാർക്കും അതായത് കണ്ടക്ടർ, ടെക്നിക്കൽ സ്റ്റാഫുകൾ, അതോടൊപ്പം തന്നെ മെക്കാനിക്കൽ ജീവനക്കാർ, ഇത്തരത്തിലുള്ള ജീവനക്കാർക്ക് ഇത്തരത്തിലുള്ള അവധി അനുവദിക്കുമ്പോൾ അത് വലിയ തോതിൽ KSRTCക്ക് ലാഭമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പകുതി ശമ്പളത്തിൽ 5 വരെ അവർക്ക് അവധിയെടുക്കാൻ സാധിക്കുമെന്ന ഈ ഒരു അവധി ഇപ്പോൾ നിർത്തലാക്കുന്ന ഒരു സാഹചര്യമാണ് KSRTCയിൽ നിലവിലുള്ളത്. എന്തായാലും ഇത്തരത്തിൽ 14-ാം തീയതി 5-ാം മാസം ഇത്തരത്തിൽ ജോലിയിൽ തിരികെ പ്രവേശിക്കണമെന്നൊരു ഉത്തരവിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ജോലിയിൽ തിരികെ പ്രവേശിക്കാത്തവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഈ ഒരു ഉത്തരവിൽ പറയുകയും ചെയ്യുന്നുണ്ട്. സജിത്.